പോയപ്പോൾ ഇതുവഴി വന്നിട്ടുണ്ട്. അതാണ് പരിചയമുള്ള സ്ഥലം പോലെ. ആദ്യത്തെ ഞങ്ങളുടെ ബസ് സെൻ്ററിൻ്റെ പണി. അയ്യോ ഓക്കെ സെറ്റ് വാച്ച് സെയിം എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇട്ടതാണ്. ഇട്ട് കഴിഞ്ഞിട്ട് മോള് കണ്ടുപിടിച്ചു. അയ്യോ ഒരേ കളർ ഡ്രസ്സ് ഒരേ കളർ വാച്ച്. ഇവിടെ എല്ലാത്തിനും റൗണ്ട് ബോട്ട് വെച്ചിട്ടുണ്ട്. റൗണ്ടേ ബോട്ടാ ബോട്ട്. ഓക്കെ ഓക്കെ ഓ ശരി 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 പോണം. നല്ല വില്ലകള് പൊന്നെ കിടു ആംബിയൻസ് വില്ല കാണിച്ചു തരാമേ. വില്ലകളാണ് വലിയ വില്ലല്ലേ. ഞങ്ങൾ എവിടെയാണ് പോണേന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അവിടെ ചെന്നിട്ട് കാണിച്ചു തരാമേ ഞങ്ങൾ എങ്ങോട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നതെന്ന്. പിള്ളേർ ഞങ്ങളുടെ ഒപ്പമില്ല കേട്ടോ. പിള്ളേർ വീട്ടിലുണ്ട്. എലോം വിത്ത് റൂം മൈ ചിൽഡ്രൻസ് എലോം വിത്ത് മൈ ആരാണ്ട് പോലീസ് ഡ്രൈവിങ്. ഓക്കെ നമ്മളെ നാട്ടിലെ പോലെ അല്ല ഇവിടുത്തെ ഇത് സിസ്റ്റം എല്ലാം മാറ്റം. നമ്മൾ ഇടത് സൈഡല്ലേ വണ്ടി ഓട്ടിക്കും, പക്ഷെ ഇവിടെ വലത് സൈഡ് വേണം പോകാൻ. ആദ്യമൊക്കെ നമ്മൾ ഭയങ്കര അഥവാ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവിടെ പോയിട്ട് ബാക്കി കാണിക്കാമേ. പണ്ട് ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എനിക്കിതിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നാട്ടിൽ നിന്നപ്പോൾ എന്തായാലും നടന്നില്ല. ദൈവം സഹായിച്ച് ഇപ്പം ആവശ്യത്തിന് കൂടുതൽ എൻ്റെ ആഗ്രഹം ഇങ്ങനെ ദൈവം നടത്തി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാമേ. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇങ്ങോട്ട്. ഒരുപാട് വില്ലകളുണ്ട്. ഈ ഏരിയയിൽ ഞാൻ മനസ്സിൽ എന്നാൽ വിചാരിക്കുകയും ചെയ്തു ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് സ്റ്റോപ്പായ ഇങ്ങനെയാണ് സ്റ്റോപ്പ് കേട്ടോ. അപ്പം ഞാനൊരു ബസ്സിൽ പോകുമ്പോൾ ഇതുപോലെ അവിടെ കൊടുക്കണം. പൈസ തീരാണെങ്കിൽ 45 രൂപ ആ ശരി ശരി. 50 കൊടുത്താൽ അവർ 45 രൂപ. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യം എല്ലാം നമ്മളെ നാട് പോലെയൊന്നുമില്ലല്ലേ. ഭയങ്കര റൂൾസ് എല്ലാം അവർ ഫോളോ ചെയ്ത്. ഈന്തപ്പന പഴുത്ത് തുടങ്ങിയതാ ഒന്ന്. പഴുത്ത് ഒന്നില് നല്ല കളറായി തുടങ്ങി. നല്ല ഫാസ്റ്റിൽ പോണല്ലേ ബസ്. ഞാൻ കുറച്ച് മുന്നേ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നോ ഞാൻ പണ്ട് അയ്യോ എനിക്കിതിങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതെന്താണെന്നറിയാമോ? അത് നടക്കുന്നത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പിള്ളേരായി കൊച്ചായി. അപ്പം ഞാനും അങ്ങനെ കെട്ടിയവനും കൂടെ അങ്ങനെ നടന്നിട്ടില്ല. വഴി തെറ്റിയാ വഴി മാറിപ്പോയി. അയ്യോ ചാടണ്ട. അപ്പോൾ ഉണ്ട് രണ്ടുപേരും കൂടെ നടക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം സാധിച്ചില്ല. ഇപ്പം ദൈവം ആവശ്യത്തിന് നടന്നോ, എവിടെ വേണമെങ്കിലും നടന്നോ.
അങ്ങനെ ഈ വെയിലത്ത് വെയിലത്ത് നടക്കുകയാണ്. ചേട്ടാ നമ്മൾ അവിടെ പോണ്. ഓ ശരി ശരി ശരി. അത് വീഡിയോ അത് പറഞ്ഞില്ല. നമ്മൾ പോണതേ എനിക്ക് ജോലി തപ്പിയാണ് കേട്ടാ. എവിടെയാണ്? അയ്യോ നടക്കുകയാണ്. ഓഫീസ് ഓപ്പോസിറ്റ് സൈഡ്. അങ്ങനെ നടക്കണം. അയ്യോ അതൊക്കെ മറ്റേ ഇത് പഴുത്ത് നിൽക്കണ്. ആവശ്യത്തിന് ഇപ്പം നടക്കുകയാണ് വെയിലത്ത്. വെയിലത്ത് വെയിലത്ത്. അയ്യോ പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഞാനിനി അങ്ങ് പോയിട്ട് തിരിച്ചിറങ്ങുമ്പം എന്തോന്നാണ് വിശേഷം പറയാം കേട്ടാ. എക്സ്പീരിയൻസ്. നാട്ടിൽ നിന്നപ്പോൾ എനിക്ക് ജോലി ചെയ്യണമെന്നും താല്പര്യമില്ല, ഒന്നിനും താല്പര്യം. ജോലിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ വന്നിട്ട് തെണ്ടിക്കൊണ്ട് നടക്കുകയാണ്. ജോലി കിട്ടും അങ്ങനെ. അപ്പോൾ ശരി എന്നാ. തെറ്റ് സ്ഥലമാണ് ഇവിടെ, ഭയങ്കര നീറ്റായിട്ട് എല്ലാം. അത് ചെടിയുടെ മറ്റേ പുല്ലിൻ്റെ. അയ്യോ ഇന്നലെ വെയിലത്ത് കുറച്ച് സമയം നടന്നപ്പോൾ എനിക്ക് എന്തൊരു തലവേദന. അതൊന്നും ഉറങ്ങി എണീറ്റപ്പോഴാണ് മാറിയത്. ഇന്നും അതേ അവസ്ഥ. അതല്ലേ ഈന്തപ്പന പഴുത്ത് തുടങ്ങി. കാണാൻ പറ്റുമോ എന്തോ, ഒരു യെല്ലോ കളറായിട്ടുണ്ട്. കാണാൻ പറ്റണ. ഒമ്മേ കൊലയായിട്ട് നിൽക്കണ്. ഓക്കെ അമ്മച്ചി. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നടക്കണമായിരിക്കുമോ? 5:50. 10-15 മിനിറ്റ് കൊണ്ട് നടക്കുകയാണ്. നടന്നിട്ട് എത്തിയില്ല. അയ്യോ ഇനിയും കുറേ ദൂരം ഉണ്ടോ? ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ. ഒരു വെയിലത്ത് നിന്ന് ഫ്ലൈറ്റിൻ്റെ കണ്ട് നമ്മുടെ വീഡിയോയുടെ അവസാനം പറയാനായിട്ടൊന്നും പറ്റിയില്ല എന്താ എന്ന്. അങ്ങനെ ഞാൻ പോയേ. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടായിരുന്നു പോയത്. ഞങ്ങളുടെ ഇത് എല്ലാ ഇതും ടോട്ടൽ ഏവിയേഷൻ പഠിച്ച എല്ലാം ഡിസ്പാച്ചിലായാലും അങ്ങനെയുള്ളവർക്കായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഓക്കെ CV ഡയറക്റ്റായിട്ട് ആ ദിവസം കൊടുക്കാൻ പറ്റും എന്നറിഞ്ഞത് കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ല. ഇൻ്റർവ്യൂ ഒക്കെ സാധാരണ മൺഡേ ആണ് വയ്ക്കാറ്. അപ്പോൾ പോയിട്ട് നാളെ പോകാം അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പം ഒന്നും നടന്നില്ല, പോയ കാര്യമൊന്നും നടന്നില്ല. അങ്ങനെ പിന്നെ നേരെ തിരിച്ചു വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി CV കൊടുക്കുക. അപ്പോൾ അവിടെ ചെന്നപ്പോഴും സൺഡേ ആയതുകൊണ്ട് HR ഇല്ല, HR-നെ കണ്ടിട്ട് ഡയറക്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു കാര്യവും നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത് വൈകുന്നേരമായി, പിള്ളേരെയും കൊണ്ട് പാർക്കിൽ വന്നിട്ടാ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ, രാവിലെ ഞാൻ പിന്നെ ഞാനും ആകട്ടെ ഇത് നടന്നില്ലല്ലോ എന്നും ഒരു പ്രയാസമായിരുന്നു. കാരണം ഒത്തിരി ദൂരം, ഒരു 25 മിനിറ്റോളം നടന്ന് ഒരു വെയിൽ കട്ട വെയിലില്ലായിരുന്നു നടന്നത്. അപ്പം നടന്ന് വന്നിട്ടൊന്നും ആയില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസത്തിൽ പിന്നെ വീഡിയോ എടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ.